സിപിഐ സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും. ഇന്ന് രാവിലെ പ്രവർത്തന റിപ്പോർട്ടുമേലുള്ള ചർച്ചകൾക്ക് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മറുപടി പറയും. രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടുകൾ സംബന്ധിച്ച ചർച്ചകളിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. ശരണ്യ സ്നേഹജനാണ് ചേരുന്നത്. ശരണ്യ, നേതൃത്വത്തിന് നേരെ, സംസ്ഥാന സർക്കാരിന് നേരെ, വകുപ്പ് മന്ത്രിമാർക്ക് നേരെ അങ്ങനെ വലിയ വിമർശനങ്ങൾ ഈ സമ്മേളനത്തിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ബിനോയ് വിശ്വം തന്നെ തുടരും എന്നുള്ളതല്ലേ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ, 25 പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള CPIയുടെ സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിൽ ഇന്ന് സമാപനമാവുകയാണ്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നടന്ന രാഷ്ട്രീയ റിപ്പോർട്ടും സംഘടനാ റിപ്പോർട്ടുമേലുള്ള ചർച്ചയായിരുന്നു ഇന്നലെ നടന്നത്. പൊതു ചർച്ചയിൽ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഉണ്ടായെന്ന് തന്നെ പറയാം. എന്നാൽ അത്ര കണ്ട് രൂക്ഷമായ ഒരു ചർച്ച ഇത് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ബിനോയ് വിശ്വം തന്നെ ഇത്തവണയും സംസ്ഥാന സെക്രട്ടറിയായി തുടരാനുള്ള സാധ്യതയാണ് ഉള്ളത്. മറ്റു വിയോജിപ്പുകളൊന്നും തന്നെ അതിനകത്ത് ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്ന് സമ്മേളനത്തിന്റെ 3-ാം ദിനമാണ്. ഇന്ന് വൈകിട്ട് പൊതുസമ്മേളനമുണ്ട്. ഇന്ന് രാവിലെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്ന് ചേരും. അതിനുശേഷം, അതായത് സംസ്ഥാന എക്സിക്യൂട്ടീവിന് ശേഷം ഇന്നലെ ഉയർന്നു വന്ന രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലും പ്രവർത്തകർ നടത്തിയ പൊതു ചർച്ചയ്ക്ക് മേലുള്ള മറുപടി ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നൽകും. അതിനുശേഷം സംസ്ഥാന കൗൺസിലിന്റെ തിരഞ്ഞെടുപ്പുണ്ട്. സംസ്ഥാന കൗൺസിൽ തിരഞ്ഞെടുക്കുന്നത് കൺട്രോൾ കമ്മീഷന്റെ തിരഞ്ഞെടുപ്പോടുകൂടി ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കുന്നതോടുകൂടി സമ്മേളനം അവസാനിക്കും. അതിനുശേഷം 25-ാം പാർട്ടി കോൺഗ്രസിലേക്കുള്ള പ്രതിനിധികളെ കൂടി തിരഞ്ഞെടുക്കുന്നതാണ്. വലിയ വിമർശനമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അതായത് നമ്മൾക്ക് ശ്രദ്ധേയമായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രാഷ്ട്രീയ റിപ്പോർട്ടിലും ഒപ്പം തന്നെ പ്രവർത്തക റിപ്പോർട്ടിലും അത്ര കണ്ട് സംസ്ഥാന സർക്കാരിനെ വലിയ രീതിയിൽ കടന്നാക്രമിക്കുന്നില്ല എന്ന് തോന്നുമെങ്കിൽ പോലും പലയിടങ്ങളിലും അതിരൂക്ഷമായ വിമർശനം, പ്രത്യേകിച്ച് CPI കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെ സംബന്ധിച്ചും അതിന്മേൽ സർക്കാർ നടത്തുന്ന ഇടപെടലിനെ കുറിച്ചും അങ്ങനെ ഒരു കൂച്ചുവിലം കിട്ട രീതിയിലാണ് CPIയുടെ മന്ത്രിമാരെ അടക്കം പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത്. സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയെ വലിയ രീതിയിൽ CPIയിലെ വകുപ്പുകളുടെ മന്ത്രിമാർക്ക് മാത്രം നേരിടേണ്ടി വരുന്നു എന്നടക്കമുള്ള വിമർശനങ്ങളൊക്കെ നിലനിന്നു. ഇതിനകത്ത് സംസ്ഥാന നേതൃത്വം എന്നുള്ള രീതിയിൽ, മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷി എന്നുള്ള രീതിയിൽ ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന നേതൃത്വം അത്തരത്തിലൊരു ഇടപെടൽ നടത്തുവാനോ അല്ലെങ്കിൽ കിട്ടാനുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ പരാജയപ്പെടുന്നു എന്നുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ ബിനോയ് വിശ്വത്തിന് നേരെ ഉയർന്നു വന്നിരുന്നു. വലിയ വിമർശനമാണ് സർക്കാരിനെതിരെ. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇടതു മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് CPI. പക്ഷേ അവർ ഉൾപ്പെടുന്ന സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. ആഭ്യന്തര വകുപ്പിനെതിരെയും ഒപ്പം പോലീസിനെതിരെയും വലിയ വിയോജിപ്പ് ഉയർന്നു. പൂരം കലക്കൽ അടക്കമുള്ള വിഷയങ്ങൾ CPI നേരത്തെ തന്നെ അവരുടെ അഭിപ്രായം അറിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ അത് പ്രവർത്തകർ രാഷ്ട്രീയ റിപ്പോർട്ടിൽ ആ കാര്യങ്ങൾ സൂചിപ്പിക്കാത്തത് ശ്രദ്ധേയമായിരുന്നു. എന്നാൽ ഇന്നലെ നടന്ന പൊതു ചർച്ചയിൽ അതിരൂക്ഷമായ വിമർശനം MR അജിത് കുമാറിനെതിരെ ഉണ്ടായി എന്നുള്ളതാണ്. മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് അജിത് കുമാറിന് BJPയുമായുള്ള ബന്ധത്തിന്റെ അടുപ്പം കൊണ്ടാണ് മുഖ്യമന്ത്രി ഒരു പ്രത്യേക താല്പര്യം അജിത് കുമാറിന് മേൽ കാണിക്കുന്ന അടക്കമുള്ള രൂക്ഷ വിമർശനം ഉയർന്നു. പോലീസ് മർദ്ദനത്തിനെതിരെയുള്ള വിമർശനങ്ങൾ നടന്നു. ഇത്തരത്തിൽ അജിത് കുമാറിനെ പോലെയുള്ള BJP അല്ലെങ്കിൽ RSS താല്പര്യമുള്ളവർ തലപ്പത്തിരുന്നാൽ പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്ന ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും എന്നല്ല സാധാരണ ജനം വരെ ഇടിമേടിക്കും എന്നുള്ളതടക്കമുള്ള അതിരൂക്ഷ വിമർശനങ്ങളാണ് ഇന്നലെ കൊല്ലമടക്കം ഉള്ള ജില്ലകളിൽ നിന്ന് വന്നത്. കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, കർഷകർ മരണത്തോട് മല്ലടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും അവർക്ക് നൽകാനുള്ള ആനുകൂല്യം നൽകാതെ സർക്കാർ കബളിപ്പിക്കുന്നു, ഒരു വാഗ്ദാനം പോലും പാലിക്കാൻ കഴിഞ്ഞില്ല എന്നടക്കമുള്ള വലിയ വിമർശനങ്ങൾ ഇന്നലത്തെ പൊതു ചർച്ചയിൽ ഉയർന്നു വന്നിരുന്നു. സർക്കാർ, പ്രത്യേകിച്ച് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഒരു പ്രധാന കക്ഷി എന്നുള്ള രീതിയിൽ CPI ഉന്നയിക്കുന്ന ആ വിമർശനങ്ങൾക്ക് വളരെ പ്രസക്തിയുമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇന്നലെ ഉയർന്നു വന്ന, അതായത് ഈ പല ഘട്ടങ്ങളിലും എടുക്കേണ്ട സമീപനങ്ങൾ കൃത്യമായൊരു ധൈര്യപൂർവ്വം നിലപാടെടുക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടു എന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. CPI നേതൃത്വം അത്തരത്തിൽ CPI എന്താണ് എന്നുള്ളതും അതിന്റെ നിലപാട് എന്താണെന്നുള്ളതും ഓർമ്മപ്പെടുത്തി തന്നെ വേണം മുന്നണിയിൽ നിലനിന്ന് പോകാൻ. അത്തരം ഇടപെടൽ ഇച്ഛാശക്തി ഇല്ലായ്മ കാണിക്കുന്നു എന്നുള്ള ആക്ഷേപമൊക്കെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ബിനോയ് വിശ്വത്തിനെതിരെയും ഒക്കെ ഉയർന്നു വന്നിരുന്നു. എന്തായാലും ഇന്ന് അതിനുള്ള മറുപടി ബിനോയ് വിശ്വം നൽകും. അതിനുശേഷമായിരിക്കും സംസ്ഥാന കൗൺസിലിന്റെ തെരഞ്ഞെടുപ്പും സംസ്ഥാന സെക്രട്ടറിയുടെ അടക്കമുള്ള കാര്യങ്ങളും. CPI സംസ്ഥാന സമ്മേളനത്തിൽ വ്യാപകമായ വിമർശനം ഉയരുന്നുണ്ട്. നേതൃത്വത്തിന് നേരെയുണ്ട്, അതോടൊപ്പം തന്നെ സർക്കാരിന് നേരെയുണ്ട്, വകുപ്പ് മന്ത്രിമാർക്ക് നേരെയൊക്കെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതിന് മറുപടി ഉണ്ടാകും. ഒപ്പം പുതിയ ഭാരവാഹികൾ, അതിൽ ബിനോയ് വിശ്വത്തിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്.